ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂസ് അമേരിക്കൻ ഡയറീസ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ 3 ദിവസം ഒരു ട്രിപ്പ് പോവാണ് ഗായ്സ്. ഇപ്പം ഇവിടുത്തെ സമയം 2:45 ഏർലി മോർണിംഗ് ആണ്. ഞങ്ങൾ ഫ്ലൈറ്റ് ഫില്ലിയിൽ നിന്നാണുള്ളത്. 3 മണിക്ക് ഇവിടെ നിന്ന് വിടണം എയർപോർട്ടിലേക്ക്. പിന്നെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ടൈമിംഗ് ഒരു 6 AM അപ്പം ഡയറക്റ്റ്ലി നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ മെക്സിക്കോ ആണ് ഗൈസ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണുള്ളത്. ഞങ്ങളുടെ കൂടെ ഞങ്ങളല്ലാതെ 4 കപ്പിൾസ് വേറെ ഉണ്ട്. അപ്പം ഇതെന്തായാലും വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് മെമ്മറബിൾ ട്രിപ്പ് തന്നെയായിരിക്കും, എനിക്ക് ഉറപ്പാണ്. കാരണം അത്രയും വൈബുള്ള ടീംസാണ് പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോ വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം എന്നെപ്പോലെ തന്നെ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്കും ഉണ്ടാവും ഈ വീഡിയോ കാണുമ്പം. അപ്പോൾ കമോൺ. അപ്പം ഗായ്സ്, ഇതാണ് കേട്ടോ നമ്മളെ ഫ്രണ്ട്സ് ഗ്യാങ്. ഇവരുടെ കൂടെയാണ് നമ്മൾ അടിച്ചു പൊളിക്കാൻ പോകുന്നത്. ഇതിലൊരു കപ്പിള് വെർജീനിയയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് വന്നതാണ്. അങ്ങനെ നമ്മൾ അധികം വൈകാണ്ട് സെക്യൂരിറ്റി ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞു. ഫില്ലി എയർപോർട്ടിൽ ഈ ടൈമിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ സ്പിരിറ്റ് എയർലൈൻസിൽ കാര്യമായിട്ട് ഫുഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ചിക്ക്-ഫിൽ-എൻ്റെ മുന്നിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു റെഡിയായി നിൽക്കുകയാണ്. ബോർഡിങ്ങിന് മുന്നുള്ള ടൈം പോലും നമ്മളങ്ങനെ വേസ്റ്റ് ആക്കിയില്ല. ഇങ്ങനെ ഓരോ തമാശയൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും എല്ലാവരുടെയും മുഖത്ത് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോഴത്തേക്കും ബോർഡിങ് അനൗൺസ്മെൻറ്റ് വന്നു. എല്ലാ ഇമോഷൻസ് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് എക്സൈറ്റ്മെൻറ്റ് കാര്യത്തിൽ ഞാൻ തന്നെ ഫസ്റ്റ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. മിക്ക ആൾക്കാരെ പോലെ എൻ്റെയും ഫേവറേറ്റ് സീറ്റ് വിൻഡോ സീറ്റാണ് കേട്ടോ. നിങ്ങളെൻ്റെ മുഖത്ത് ഈ സന്തോഷം കാണുമ്പോൾ മനസ്സിലാവും. ഏകദേശം ഒരു 5 മണിക്കൂറുണ്ട് സ്ഥലത്താൻ. എന്നാൽ പിന്നെ ഒരു ചെറിയ നാപ്പ് എടുത്താലോ. പിന്നെ ഒന്ന് കണ്ണു തുറന്നപ്പം കണ്ട കാഴ്ചയാണത്. എന്ത് ഭംഗിയാലേ. ഈ കാണുന്ന പച്ചപ്പാണ് കേട്ടോ മെക്സിക്കോ. ഇപ്പം മെക്സിക്കോയിൽ മെജോറിറ്റി സമയം സമ്മറാണ്. പക്ഷേ ഗൈസ്, അതല്ല സീൻ. മിക്ക USA ആൾക്കാരും സ്പ്രിംഗ് ബ്രേക്കിന് വിന്റർ എസ്കേപ്പ് ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലമാണ് മെക്സിക്കോ. എസ്പെഷ്യലി അവിടുത്തെ ട്രോപ്പിക്കൽ വൈബ് അനുഭവിക്കാൻ. അതായത് ഞാൻ പറഞ്ഞു വന്നത്, മെക്സിക്കോയിൽ അത്യാവശ്യം നല്ല തിരക്കായിരിക്കും ഈ ഒരു സമയത്ത്. കണ്ടില്ലേ, ഈ ബസ്സൊക്കെ ഫുള്ളായിരുന്നു, ജാം പാക്ഡ് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ എയർപോർട്ടുള്ളത് കാൻകൂണിലാണ്. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഈ ബസ്സിൽ കയറി നേരെ പോകുന്നത് കാൻകൂൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. പുറത്തിറങ്ങിയ ഉടനെ നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി തണുപ്പെന്ന് വന്നുകൊണ്ടാന്ന് തോന്നുന്നു കുറച്ചധികം ചൂട് ഫീൽ ചെയ്തു. ഞാനിങ്ങനെ ഒരു സൈഡിൽ കൂടെ വ്ളോഗ് എടുത്തുകൊണ്ട് എല്ലാവരും എത്തിയോ എന്ന് നോക്കിയപ്പോൾ അപ്പോഴാണ് മനസ്സിലാവുന്നത് ഒരു കപ്പിള് മിസ്സിങ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു അവർ ബാക്കിൽ സീറ്റ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എന്നാലും ഇവരെവിടെ പോയി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇതാ വന്നു ടിജിൻ, കൂടെ ബിൻസിയും. ബാക്കിയുള്ള ടീംസൊക്കെ മുന്നിൽ എത്തിയെന്ന് തോന്നുന്നു. ബിൻസിയാണ് കേട്ടോ ഞങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ആള്. അതല്ല കേട്ടോ മെയിൻ ഹൈലൈറ്റ്. ആളിവിടെ US വളർന്ന കുട്ടിയാണ് കേട്ടോ, 4 വയസ്സ് തൊട്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ലോണം സ്പാനിഷ് അറിയായിരുന്നു. രക്ഷപ്പെട്ടു ഗായ്സ്. നമ്മളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾക്കെങ്കിലും സ്പാനിഷ് അറിയാലോ, അതുകൊണ്ടൊരു സമാധാനമുണ്ട്. അപ്പം ഗായ്സ്, ഇതാണ് കേട്ടോ കാൻകൂൺ എയർപോർട്ട്. ഞങ്ങളിതാ പുറത്തിറങ്ങി. എൻ്റെ അമ്മോ, എന്തൊരു തിരക്കായിരുന്നു എന്നറിയോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും നമ്മളെപ്പോലെ മെക്സിക്കോ എത്തിയിട്ടുണ്ട് ഗായ്സ്. എയർപോർട്ടിൻ്റെ പുറത്ത് തന്നെ ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ കൂടെ നല്ലൊരു കാലാവസ്ഥ തന്നെയായിരുന്നു. എയർപോർട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ കുറേ ഫുഡ് സ്പോട്ട്സ് കണ്ടു. അതായത് കുറേ ടാക്കോസൊക്കെ കിട്ടുന്ന സ്ഥലം. ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞിരുന്നു നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചാലോ, ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെ. പക്ഷേ പിന്നെ നമ്മൾ വിചാരിച്ചു എന്തിനാ വെറുതെ ഇവിടെ നിന്ന് കഴിക്കുന്നത്, നമുക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഈ ട്രാവലിൻ്റെ പകുതി എത്തിയപ്പം തന്നെ ഞങ്ങളുടെ കിളി പോയ അവസ്ഥയായിരുന്നു. അങ്ങനെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു.
അപ്പം ഞങ്ങൾ വാനൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ ഈ കാർ റെൻ്റൽ സ്ഥലത്തേക്ക് പോകണം. അവിടുന്ന് നമ്മൾ വാൻ എടുത്തിട്ട് വേണം റിസോർട്ടിലേക്ക് പോകാൻ. അതിന് നടുക്ക് വേണം നമ്മൾ ഫുഡ് കഴിക്കാൻ. സോ ഇവിടുന്ന് നമ്മൾ ഈ വാനിൽ കയറിയിട്ട് കാർ റെൻ്റൽ സ്ഥലത്തേക്ക് പോകും. എന്നിട്ട് അവിടുന്ന് നമ്മൾ റിസോർട്ടിലേക്ക് പോകുന്നതാണ്. എല്ലാവരും ഇത് ലിമോസിനാണോ? ഇല്ല, അത് എടുത്തിട്ടില്ല. മറിയാനെ കിട്ടുന്നില്ല. നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൻ്റെ പേരാണ് കാറ്റലോണിയ റിവേറിയ മായ. ഓൾ ഇൻക്ലൂസീവ് റിസോർട്ടാണ്. ബാക്കി വിശേഷങ്ങൾ ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങളുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഗൈസ് ഏവിസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ നിന്നാണ് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ച റെൻ്റൽ കാർ ഓർ വാൻ. 10 പേരുള്ളതുകൊണ്ട് വാന് പോലത്തെ ഒരു ഇതാണ് നമ്മൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ കാൻകുണിന്ന് നമ്മൾ റിസോർട്ടിലേക്കാണ് പോകുന്നത്. ഏകദേശം ഒരു 1.5 മണിക്കൂർ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. എനിക്ക് കറക്റ്റ് ടൈം അറിയില്ല. ഒരു പക്ഷിപ്പടം പക്ഷിപ്പടം സത്യം പറഞ്ഞ വണ്ടി എടുക്കണ്ടായിരുന്നു. ഓ അറിയാലേ, പഠിച്ചു. ഗ്രാസിയസ് ധനാട്. വിശന്നൊരു വഴിയായപ്പം മെക്സിക്കൻ ഫുഡൊന്നും വേണ്ട, ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ അവസാനം എത്തിപ്പെട്ടത് ഒരു അർജൻറ്റീന റെസ്റ്റോറൻറ്റിലാണ്. ഇവിടുത്തെ മെനു കാർഡൊക്കെ വേറെ ഭാഷയിലായത് നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിക്കുമായിരുന്നു. നല്ല വിശപ്പുണ്ട്. അവസാനം നമ്മൾ മെക്സിക്കൻ ഫുഡൊന്നല്ല നമ്മൾ കഴിക്കുന്നത്, ഒരു അർജൻറ്റീന റെസ്റ്റോറൻറ്റാണ് വന്നത്. അപ്പം എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് അർജൻറ്റീന ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. അപ്പോൾ കുറച്ച് പേര് ബീഫ് പ്ലാറ്റർ ആക്കി, പിന്നെ നമ്മൾ കുറച്ച് പേര് സാൽമൺ ആൻഡ് മാഷ്ഡ് പൊട്ടാറ്റോ ആക്കി, പിന്നെ വേറെ കുറച്ച് പേര് ഷ്രിംപ് ഓർഡർ ആക്കി. എല്ലാം കുഴപ്പമില്ലായിരുന്നു, പക്ഷെ നല്ല വിശപ്പുള്ളതുകൊണ്ട് പെട്ടെന്ന് തിന്നാൻ പറ്റി. ഇതാണ് കേട്ടോ ബ്ലഡ് സോസേജ്. പോർക്കിൻ്റെ ബ്ലഡാണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞങ്ങളൊന്ന് ട്രൈ ആക്കിയപ്പോൾ വായിൽ വെക്കാൻ കൊള്ളത്തില്ല. പക്ഷെ നമ്മളെ കൂട്ടത്തിലുള്ള ചിലവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ചപ്പോൾ എല്ലാവർക്കും ഒന്ന് സമാധാനമായി. അങ്ങനെ ഞങ്ങളിവിടെ റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഓൾ ഇൻക്ലൂസീവ് റിസോർട്ടാണ്. റിസോർട്ടിൻ്റെ പേര് കാറ്റലോണിയ റിവേറിയ മായയാണ്. ഈ റിവേറിയ മായ എന്ന് പറയുന്നത് സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ. ഭയങ്കര പച്ചപ്പാണ്. ശരിക്കും നല്ലൊരു ആംബിയൻസ് തന്നെയാണ് ഇവരുടെ ഈ റിസോർട്ടിൽ കയറിയപ്പം തന്നെ കിട്ടിയത്. ഗൈസ്, അങ്ങനെ നമ്മളുടെ റിസോർട്ട് എത്തിയിരിക്കുന്നു. ഹോട്ടൽ കാറ്റലോണിയ റിവേറിയ മായ. ഓ മൈ ഗോഡ്, ബ്യൂട്ടിഫുൾ റിസോർട്ടാണ്. താങ്ക് യു Señorita. Pepsi. Nick. That is Kavya. The boy. The girl is Kavya. Fabian. Kavya. That is Kavya. Kavya. Gabriela. Yeah. This is Atul. Atul. Vamos, check in. Him, please. Luis, everybody.
അപ്പം ഞങ്ങളിപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ. അപ്പം റിസോർട്ടിൻ്റെ ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ ഗൈസ്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ വ്യൂ പെർഫെക്റ്റ് ആണ്, പെർഫെക്റ്റ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്റ്റേ ഫോർ ഫ്യൂ ഡേയ്സ് കാറ്റലോണിയ റിവേറിയമായ റിസോർട്ട്. ഓൾ ഇൻക്ലൂസീവ് റിസോർട്ടാണ്. കണ്ടില്ലേ, ഇത് ഇത്രയും വലിയ സംഭവമാണ്. ഇവിടെ ഇല്ലാത്ത ആക്ടിവിറ്റീസ് ഇല്ല, കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാം ഡീറ്റെയിലൈസ്ഡ് ആയിട്ട് കാണിച്ചു തരാം, കാരണം ഇതൊക്കെ സ്പാനിഷിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഈ ഇവിടുത്തെ ഓരോ കാഴ്ചകളും കാണിച്ചു തരാം. ഈ സംഭവം കൊള്ളാലോ. ഇതെന്താ സാധനം? ഇരിക്കട്ടെ, ഒന്നും വിടണ്ട. ഇത് സെക്കൻഡ് ഗായ്സ്, നമുക്ക് ടോപ്പ് ഫ്ലോറാണ് കിട്ടിയത്. നമ്മളിപ്പോൾ റൂമിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഗായ്സ്, നമ്മളിപ്പം പൂളിൽ പോവാണ്. അപ്പോൾ നമ്മൾ സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ പൂൾ ആൻഡ് ബീച്ചാണ് നമ്മൾ ഫസ്റ്റ് ഡേ ഉള്ള മെയിൻ പരിപാടി. ഇന്നിപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ടയേർഡാണ്. എന്നാലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. നമ്മളിപ്പോൾ ബീച്ചിൽ പോവാണ് ഗൈസ്. നല്ല അടിപൊളി വെതറാണ്. നോക്കാം, അവിടെ എത്തിയിട്ട് സണ്ണൊക്കെ പോയി. അടിപൊളി വൈബാണ്. ഇപ്പോൾ സമയം 5 മണി, പക്ഷെ എന്നാലും അത്യാവശ്യം വെളിച്ചമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഓരോ കാഴ്ചകൾ കാണിച്ചു തരാം. കണ്ടില്ലേ ഗൈസ്, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. അപ്പം ഇതാണ് നമ്മളുടെ റിസോർട്ടിലെ ഒരു പൂള്. അങ്ങനെ കുറേ പൂൾസ് ഉണ്ട്. അപ്പം ഞാൻ ഓരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ബീച്ചും പൂളും എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. അടിപൊളി വൈബാണ് ഗൈസ്. എനിക്ക് എത്രത്തോളം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇറ്റ്സ് എ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് എന്താ പറയുക, മിസ് ചെയ്യാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ്. നിങ്ങളൊരു അടിപൊളി വെക്കേഷൻ ട്രോപ്പിക്കൽ ഏരിയയിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മെക്സിക്കോ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലേസ്, എസ്പെഷ്യലി കാൻകുൺ. അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്. എനിക്ക് മാൽദീവ്സ് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും വൈബ് തോന്നിയ സ്ഥലം ഇത് തന്നെയായിരിക്കും ഞാൻ പോയതിൽ വെച്ചിട്ട്. കാരണം ഇതൊരു പെർഫെക്റ്റ് ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ്, സമ്മർ വൈബ്സ് ആൻഡ് ഭയങ്കര ലൈവ്ലി പ്ലേസ് തന്നെയാണ് ഈ മെക്സിക്കോ. നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലെ ബീച്ചാണ് ഇത്. ഞങ്ങളെ റിസോർട്ട്, തൊട്ടടുത്ത് ബീച്ച്, പിന്നെ കുറേ പൂൾസ്, ആക്ടിവിറ്റീസ്, അഡ്വെഞ്ചേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഉള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ സമയം 5 മണിയാണ്, പക്ഷെ നല്ലൊരു കാറ്റ്. ഇവിടെ പൂൾ ടൈം 7 മണി വരെ ഉള്ളൂ. അപ്പം ഞങ്ങൾ പൂൾ എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾ ഗേൾസ് എല്ലാവരും കൂടെ വന്നിരിക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പൂളിലിറങ്ങാൻ പോവല്ലേ, വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ എല്ലാവരും കൂടി പൂളിൽ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് നീന്തി എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ മാറ്റി വെക്കാണ്. ഞാൻ നിങ്ങൾക്ക് ഈ റിസോർട്ടിലത്തെ രാത്രി കാഴ്ചകൾ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ കീപ് വാച്ചിങ്. എൻ്റെ അമ്മ പൂളിൽ നിന്ന് ഇറങ്ങിയ പാട് നല്ല തണുപ്പാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാറ്റുണ്ട് ഇപ്പം. ഇതാണ് കേട്ടോ നമ്മളുടെ റിസോർട്ടിൻ്റെ നൈറ്റ് വ്യൂ. ശരിക്കും കുറച്ചും കൂടെ കഴിയുമ്പം ഫുൾ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിരിക്കും റിസോർട്ട് കാണാൻ. ഞങ്ങൾ ഇന്ന് എത്തിയിട്ടേ ഉള്ളൂ. അപ്പം നമ്മളെ ഫസ്റ്റ് എക്സ്പ്ലോറേഷൻ കഴിഞ്ഞു, പൂൾ എക്സ്പ്ലോർ ചെയ്തു. ഇനി നമ്മൾക്ക് ബീച്ച് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്.
പൂളിൽ ഇറങ്ങിയിട്ട് നേരെ റൂമിൽ പോവാണ്. അപ്പോൾ ഇതാണ് നൈറ്റ് വ്യൂ. ഈ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഡിന്നർ പ്ലാൻ ചെയ്യുന്നത്. അൺലിമിറ്റഡ് ബഫയാണ്. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പക്ഷെ നമ്മൾ ഇന്ന് ഇവിടെ പോകാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ഡിന്നറിന് വരണം. അപ്പം ഡിന്നർ കാഴ്ചകൾ കാണാം. അങ്ങനെ ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് ഡിന്നർ കഴിക്കാൻ വന്നിട്ടുണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക്. പൂളിലൊക്കെ ഇറങ്ങി നല്ല സ്വിം ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൂടാതെ ഞങ്ങൾ ഇന്ന് തന്നെ ട്രാവൽ ചെയ്തതായതുകൊണ്ട് ഭയങ്കര ടയേർഡുമാണ്. പക്ഷെ അതൊന്നും ഞങ്ങൾ മൈൻഡ് ആക്കുന്നില്ല, കാരണം ആകെ കുറച്ച് ദിവസങ്ങളുള്ളൂ. അപ്പോൾ നമ്മൾ അടിച്ചു പൊളിക്കണം. നമ്മുടെ ഫുൾ ടീംസ് ഉണ്ട്, എല്ലാവരും വിശന്നിരിക്കുകയാണ്. അപ്പം ഞാനിവിടുത്തെ സ്പ്രെഡ് കാണിച്ചു തരാം. പാർട്ടി നടക്കുന്നുണ്ട്, ബീച്ച് പാർട്ടിയാണ്. നമുക്ക് എന്തായാലും അവിടെ പോയി ഡാൻസ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഈ ബീച്ച് പാർട്ടിയൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഡംഷ്രാറ്റ്സ് കളിച്ചു. അതെന്തോ കടലിന്റെ തൊട്ട് മുന്നിലാണ് നമ്മളിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ഹെവി കാറ്റ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ ദിവസം ഇത്രയാണ്. സമയം 12 മണിയാണ്. നാളെ നമുക്ക് അടുത്ത ഡേറ്റ്